വർഷം 2010 മെയ് 22. ഇന്ത്യ മഹാരാജ്യം ഉണരുന്നത് ഓരോ ഭാരതീയന്റെയും ചങ്ക് പിളർക്കുന്ന ആ ദുരന്ത വാർത്ത കേട്ടുകൊണ്ടാണ്. മംഗലാപുരം വാജ്പേയി വിമാനത്താവളത്തിൽ എയർ ഇന്ത്യയുടെ എക്സ്പ്രസ് വിമാനമായ 812 തകർന്ന് 166 പേര് മരണപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആദ്യ റിപ്പോർട്ടുകൾ തിരുത്തിക്കുറിച്ചുകൊണ്ട് അതിൽ നിന്ന് 8 പേർ സാഹസികമായി രക്ഷപ്പെട്ടു എന്ന വാർത്ത ഒരു സെക്കൻഡ് രാജ്യത്തിന് ആശ്വാസം നൽകി. വർഷം 1996 349 പേരുടെ ജീവൻ കവർന്നെടുത്ത ചാർക്കി ദാദ്രി വിമാന അപകടവും 1978 213 പേരുടെ ജീവൻ കവർന്നെടുത്ത എയർ ഇന്ത്യയുടെ 855 എന്ന വിമാന ദുരന്തത്തിനും ശേഷം രാജ്യത്തെ ഞെട്ടിച്ച ഏറ്റവും വലിയ വിമാന അപകടമാണ് മംഗലാപുരത്ത് സംഭവിച്ചത്. പ്രവാസ ജീവിതത്തിന്റെ യാതനകൾക്കിടയിൽ നിന്ന് ചെറിയൊരു അവധിയെടുത്ത് കുടുംബത്തെയും സുഹൃത്തുക്കളെയും നാടിനെയും കാണാൻ എത്തിയ ആ സാധാരണക്കാരായ മനുഷ്യരെ വിധി സ്വന്തം നാടുകളിലേക്ക് എത്തിച്ചത് ഒരിക്കലും ഉണരാത്ത മട്ടിൽ ജീവനിട്ട് തിരിച്ചറിയാനാകാത്ത വിധം ആയിരുന്നു. സുഹൃത്തുക്കളെ നമസ്കാരം, ഞാൻ ഗോകുൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മംഗലാപുരം വിമാന അപകടത്തിന് കാരണമായി മാറിയ വസ്തുതാപരമായ സംഭവ വികാസങ്ങളെപ്പറ്റി ആണ്. ചരിത്രപരമായിട്ടുള്ള വസ്തുതകളും സംഭവബഹുലമായ യഥാർത്ഥത്തിൽ നടന്ന കഥകളും സാമൂഹ്യപരമായിട്ടുള്ള വിഷയങ്ങളെ പറ്റിയുമൊക്കെയാണ് ഈ ചാനലിൽ വീഡിയോസ് ചെയ്യുന്നത്. അറിവുകൾക്ക് ക്ഷാമം നേരിടുന്ന ഈ സമയത്ത് പല പുതിയ അറിവുകളും ഈ ചാനലിലൂടെ നിങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും തുടർന്നും സപ്പോർട്ട് ഉണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നേരെ ആ വലിയ ദുരന്തത്തിന്റെ പിന്നിലുള്ള വസ്തുതാപരമായ സംഭവങ്ങളിലേക്ക് കടക്കാം. സെർബിയൻ വംശജനായ ക്യാപ്റ്റൻ സ്ലാറ്റ്കോ ഗ്ലൂസിക 2 ആഴ്ചത്തെ അവധിക്ക് വീട്ടിൽ പോയതിനു ശേഷം 2010 മെയ് പകുതിയോടെയാണ് തിരിച്ച് ഇന്ത്യയിൽ എത്തുന്നത്. 10,000 മണിക്കൂറിലധികം വിമാനം പറപ്പിച്ച വളരെയധികം പ്രൊഫഷണൽ ആയിട്ടുള്ള അഥവാ ഒരു അഗ്രഗണ്യനായ പൈലറ്റ് എന്നാണ് ആ സമയത്ത് ഗ്ലൂസിക തന്റെ സഹപ്രവർത്തകർക്കിടയിൽ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ അവധിക്ക് വീട്ടിൽ പോയ സമയത്ത് അദ്ദേഹം ടർക്കിഷ് എയർലൈനിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു എന്നും ചില വാദങ്ങൾ ആ സമയത്ത് നിലനിന്നിരുന്നു. എന്തായാലും ക്യാപ്റ്റൻ ഗ്ലൂസിക ഒരു അസാമാന്യ വൈമാനികൻ ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. മംഗലാപുരത്ത് നിന്നും ദുബായിലേക്ക് ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന എയർ ഇന്ത്യയുടെ 812 എന്ന വിമാനത്തിന്റെ കോക്പിറ്റിന് ഉള്ളിൽ ഗ്ലൂസികയ്ക്ക് ഒപ്പമുള്ളത് ഫസ്റ്റ് ഓഫീസറായ ഹർബീന്ദർ സിംഗ് ആലുവാലിയ ആണ്. ജെറ്റ് എയർവേസിലെ മുൻ ജീവനക്കാരനായ ഇദ്ദേഹം 2009 ഏപ്രിൽ മാസത്തിലാണ് എയർ ഇന്ത്യയിൽ ജോലിക്ക് പ്രവേശിക്കുന്നത്. ഈ പുള്ളിക്കാരൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ വളരെയധികം ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ തന്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള പല ക്യാപ്റ്റന്മാർക്കെതിരെ ഇദ്ദേഹം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മാനേജ്മെന്റിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പലർക്കും ഇദ്ദേഹത്തോട് ഒരുതരം വിയോജിപ്പാണ് ഉള്ളത്. അങ്ങനെ 2010 മെയ് 21 മംഗലാപുരത്ത് നിന്നും ഗ്ലൂസികയുടെയും ആലുവാലിയുടെയും നേതൃത്വത്തിൽ വിമാനം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ലക്ഷ്യമാക്കി പറന്നു പൊങ്ങുന്നു. അർദ്ധരാത്രിയിൽ ദുബായ് വിമാനത്താവളത്തിൽ എത്തിയ ശേഷം കൃത്യം 1 മണിയോടെ തന്നെ മംഗലാപുരത്തേക്ക് ഈ വിമാനം ചാർട്ട് ചെയ്യപ്പെട്ടിരുന്നു. 160 യാത്രക്കാരും 4 ജീവനക്കാരും 2 പൈലറ്റുമാരും ഉൾപ്പെടെ 166 പേരാണ് വിമാനത്തിൽ മടക്കിയ യാത്രയ്ക്കായി സജ്ജരായി ഉണ്ടായിരുന്നത്. നമ്മൾ ഈ വിമാനത്തെ പറ്റിയൊന്ന് നോക്കുകയാണെങ്കിൽ ബോയിങ്ങിന്റെ 737 ജനറേഷൻ സീരീസുകളിൽ ഒന്നായ ഈ വിമാനം 2008 ജനുവരി 18 എയർ ഇന്ത്യ വാങ്ങുന്നത്. 2007 ഡിസംബർ 20 ടെസ്റ്റ് രജിസ്ട്രേഷന്റെ ഭാഗമായി വിമാനം ആദ്യമായി പറന്നത്. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എയർ ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള ചെലവ് കുറഞ്ഞ ഒരു ഉപസ്ഥാപനമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നത്. 2005 ആരംഭിച്ച ഈ ഒരു എയർലൈൻ 3 ബോയിങ് വിമാനങ്ങളിൽ നിന്നാണ് തുടക്കം കുറിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളിലേക്കാണ് തുടക്കത്തിൽ ഈ വിമാനങ്ങൾ സർവീസ് നടത്തിയിരുന്നത്. എയർ ഇന്ത്യയാണ് ഈ സ്ഥാപനത്തിലേക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത്. 2009 ഏപ്രിൽ 25 മുതൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഈ വിമാന കമ്പനി സർവീസ് നടത്താൻ തുടക്കം കുറിക്കുന്നു. അങ്ങനെ മെയ് 22 പുലർച്ചെ 1:06 വിമാനം ദുബായ് വിമാനത്താവളത്തിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്നു. പുലർച്ചെ 6 മണിക്കാണ് മംഗലാപുരം വാജ്പേയി വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. മംഗലാപുരം വിമാനത്താവളം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം തന്നെ ഉയർന്നു വരുന്നത് അവിടുത്തെ റൺവേയുടെ ചിത്രം ആണ്. വളരെ ഉയരത്തിലാണ് ഈ വിമാനത്താവളം ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിമാനത്താവളത്തിന്റെ റൺവേയെ ടേബിൾ ടോപ്പ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് ഈ ടേബിൾ ടോപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സമതല പ്രദേശങ്ങളെ അപേക്ഷിച്ച് കുന്നിൻ മുകളിലോ ഉയർന്ന പ്രദേശങ്ങളിലോ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളങ്ങളെയാണ് ടേബിൾ ടോപ്പ് എയർപോർട്ട് എന്ന് പറയുന്നത്. സ്വാഭാവികമായും കുന്നിൻ മുകളിൽ ആയതുകൊണ്ട് തന്നെ ഈ റൺവേയുടെ 2 അറ്റത്തും വൻ താഴ്ചയുള്ള പ്രദേശങ്ങളായിരിക്കും ഉണ്ടാകുക. ഒരറ്റത്ത് കൂടി വിമാനം ലാൻഡ് ചെയ്യുകയും മറ്റേ അറ്റത്ത് കൂടി വിമാനം ടേക്ക് ഓഫ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധ തെറ്റിയാൽ താഴ്ചയിലേക്ക് വിമാനം കുത്തനെ മറിയും. കൂടാതെ വിമാനം നിയന്ത്രണം ലഭിക്കാതെ പോയാലും ചിലപ്പോൾ മാത്രം അങ്ങേയറ്റത്ത് താഴ്ചയിലേക്കായിരിക്കും വിമാനം കുത്തനെ മറിയുന്നത്. ഈ റൺവേകളുടെ മധ്യഭാഗത്തുള്ള ഒരു വശത്തായിരിക്കും എയർപോർട്ട് ടെർമിനൽ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മംഗലാപുരം വിമാനത്താവളത്തിന്റെ ഒരു രൂപരേഖ മാത്രമാണ്.
സാധാരണ നല്ല പരിചയമുള്ള പൈലറ്റുമാരെ മാത്രമേ ഈ ടേബിൾ ടോപ്പ് എയർപോർട്ടുകളിലേക്ക് അയക്കാറുള്ളൂ. അപ്പോൾ എന്താണ് ടേബിൾ ടോപ്പ് റൺവേ എയർപോർട്ടുകൾ എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇന്ത്യയിൽ ഈ രീതിയിലുള്ള 5 വിമാനത്താവളങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്ന് നമ്മുടെ കോഴിക്കോട് വിമാനത്താവളം ആണ്. പാതിരാത്രി ആയതുകൊണ്ട് തന്നെ വിമാനത്തിനുള്ളിലെ എല്ലാ ആളുകളും നല്ല ഉറക്കത്തിൽ ആയിരുന്നു. ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ലീവ് കിട്ടി നാട്ടിലേക്ക് എത്തുന്ന സമയം ആയിരിക്കും ഏറ്റവും നല്ലൊരു സന്തോഷം നൽകുന്ന നിമിഷം എന്നത്. സമയം കടന്നു പോകുന്നു. എന്നാൽ എയർ ട്രാഫിക് കൺട്രോളുമായോ ക്യാബിൻ ക്രൂവുമായോ എന്തെങ്കിലും അത്യാവശ്യമായ ആശയവിനിമയം നടത്തിയിരുന്നത് ഫസ്റ്റ് ഓഫീസറായ ആലുവാലിയ മാത്രമാണ്. കാരണം എന്തെന്നാൽ ഈ സമയം ക്യാപ്റ്റനായ ഗ്ലൂസിഗോ ഉറക്കത്തിൽ ആണ് എന്നാൽ അല്ല എന്നൊരു അവസ്ഥയിൽ ആയിരുന്നു. പലതവണ ആലുവാലിയ ഇത് ശ്രദ്ധിച്ചെങ്കിലും ക്യാപ്റ്റന്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ തട്ടി വിളിക്കാൻ പോയില്ല. എന്തായാലും എയർ ഇന്ത്യയുടെ മാനേജ്മെന്റിനോട് ഈ വിവരം ഇദ്ദേഹം സൂചിപ്പിക്കും എന്നത് ഉറപ്പായ കാര്യമാണ്. തന്റെ ജോലിയോടുള്ള ആത്മാർത്ഥത ആ 40 വയസ്സുകാരനായ വ്യക്തിയിൽ അത്രയ്ക്ക് ബോധം ഉളവാക്കുന്ന ഒന്ന് തന്നെ ആയിരുന്നു. സമയം പുലർച്ചെ 5:41 വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും ഉണർന്നിരുന്നു. കോക്പിറ്റിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ ആലുവാലിയെ ക്യാപ്റ്റനെ വിളിച്ച് ഉണർത്തുകയും സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ലാൻഡ് ചെയ്യാറുള്ള സമയത്ത് അനുവദിച്ചിട്ടുള്ള വേഗത്തേക്കാൾ കൂടുതലാണ് വിമാനത്തിന് ഈ സമയം ഉണ്ടായിരുന്നത്. എയർ ട്രാഫിക് കൺട്രോൾ ടവറിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ വിമാനത്തിന്റെ കോക്പിറ്റിനെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരുന്നു. എന്നാൽ സമയം 5:59 ആകുമ്പോഴും വിമാനം വളരെ ഉയരത്തിൽ തന്നെയാണ് ഉള്ളത്. ഈ കാര്യം ആലുവാലിയെ ക്യാപ്റ്റനെ പറഞ്ഞ് ബോധവാനാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു അഹംഭാവത്തോടെ നീ എന്നെ ഉപദേശിക്കേണ്ട എന്ന ഭാവത്തിൽ ക്യാപ്റ്റൻ അപ്പോഴും അഭിപ്രായങ്ങൾ ചെവിക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. സത്യം പറഞ്ഞാൽ ഉറക്കത്തിന്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ട് തന്നെ വിമാനം എത്ര ഉയരത്തിലാണ് എന്ന് പോലും ക്യാപ്റ്റന് അറിയില്ലായിരുന്നു. സമയം 6 മണിയായി. വിമാനം ലാൻഡ് ചെയ്യാൻ നിലവിൽ പറ്റില്ല. എന്തായാലും ഒരു വഴിയുണ്ട്. വിമാനം ഒന്നുകൂടി വട്ടം കറങ്ങി വന്നതിന് ശേഷം ലാൻഡ് ചെയ്യുക. ആലുവാലിയയുടെ ഈ അഭിപ്രായം ക്യാപ്റ്റൻ തള്ളിക്കളയുന്നു. ക്യാപ്റ്റൻ ലാൻഡിംഗ് ഗിയർ താഴ്ത്തുന്നു. ശേഷം സ്പീഡ് ബ്രേക്കുകളിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നു. അപ്പോഴാണ് തങ്ങൾ എത്ര ഉയരത്തിലാണ് എന്നത് ക്യാപ്റ്റന് മനസ്സിലാകുന്നത്. ഒരു ചെറിയ അശ്രദ്ധ വലിയ വിപത്തുകൾ വരുത്തിവെക്കും എന്ന വസ്തുത അദ്ദേഹത്തിന്റെ തലക്കകത്ത് മിന്നിമാഞ്ഞു. സാധാരണ ഒരു വിമാനം ഇറങ്ങുന്നത് 3 ഡിഗ്രി ഗ്ലൈഡ് ചരിവിൽ ആണ് എങ്കിൽ ഈ വിമാനം ഇറങ്ങാൻ പോകുന്നത് 6 ഡിഗ്രി ഗ്ലൈഡ് ചരിവിൽ 3000 അടി ഉയരത്തിൽ നിന്നാണ്. ട്രാഫിക് കൺട്രോൾ ടവറിൽ നിന്നും വലിയ തരത്തിലുള്ള അറിയിപ്പുകൾ വരുന്നു. കാരണം ഒരു അപകടം സംഭവിക്കാനുള്ള സാധ്യത അവർക്ക് തള്ളിക്കളയാൻ കഴിയുമായിരുന്നില്ല. വളരെ വേഗത്തിൽ വിമാനത്തിന്റെ ചക്രങ്ങൾ റൺവേയിൽ ഉരസി നീങ്ങുന്നു. ഒന്നുകൂടി ഉയർന്നു പോകാൻ ശ്രമിച്ചെങ്കിലും ആ ദൗത്യം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. സമയത്തിന് ലാൻഡ് ചെയ്യാൻ കഴിയാത്തതും ക്രൂ അംഗങ്ങളുടെ മുഖത്ത് പരിഭ്രാന്തിയും ആളുകൾക്കിടയിൽ നിന്ന് വൻ ചോദ്യങ്ങൾ ഉയർന്നു വരികയും സ്ത്രീകളൊക്കെ വലിയ തരത്തിൽ ഭയപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ എത്ര നിയന്ത്രിച്ചിട്ടും ക്യാപ്റ്റന്റെ കയ്യിൽ വിമാനത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ സമയം വളരെ വൈകിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. റൺവേയിൽ നിന്ന് തെറ്റി വിമാനം ഇൻസ്ട്രുമെന്റ് ലാൻഡ് സിസ്റ്റം നൽകിയിരിക്കുന്ന കോൺക്രീറ്റ് ചട്ടക്കൂടിലേക്ക് ഇടിച്ചു കയറുകയും വിമാനത്തിന്റെ ചിറകിന് വലിയ രീതിയിൽ കേടുപാട് സംഭവിക്കുകയും ചെയ്യുന്നു. ആളുകൾ വലിയ രീതിയിൽ നിലവിളിക്കുന്നു. ഉടൻ തന്നെ വിമാനത്തിന് തീപിടിക്കുകയും റൺവേക്ക് സമീപമുള്ള 85 മീറ്റർ താഴ്ചയിലേക്ക് നിലം പതിക്കുകയും ചെയ്യുന്നു. ഈ വീഴ്ചയുടെ അടിസ്ഥാനത്തിൽ വിമാനം 3 ഭാഗങ്ങളായി വിണ്ടുകീറുകയാണ് ഉണ്ടായത്. കോക്പിറ്റിൽ നിന്നും 2ആയി വിമാനം വേർപെടുന്നു. 166 പേരിൽ 6 പേരുടെ ജീവൻ ഒഴിച്ച് പൈലറ്റുമാരും ക്രൂവും എല്ലാവരും മരണത്തിന് ഇരയാകുന്നു. അങ്ങനെ ആ പുലർക്കാലത്ത് ഇന്ത്യയെ ഞെട്ടിക്കുന്ന 3ാമത്തെ വലിയ വിമാന അപകടവും സംഭവിച്ചിരിക്കുന്നു. വൻ സ്ഫോടനമാണ് ആ താഴ്ചയിലേക്ക് വിമാനം പതിച്ചപ്പോൾ ഉണ്ടായത്. മണിക്കൂറുകൾ കൊണ്ട് തീയണയ്ക്കുന്നു. എന്നാൽ സ്വന്തക്കാർക്ക് ഒന്ന് കാണാൻ പോലും കഴിയാത്ത വിധം പല ആളുകളുടെയും മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞിരുന്നു. മണിക്കൂറുകൾക്കകം ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് നിന്നും ബ്ലാക്ക് ബോക്സ് കണ്ടെത്തുന്നു. കോക്പിറ്റ് വോയിസ് റെക്കോർഡിംഗിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങൾ ഓരോ മനുഷ്യനെയും അമ്പരപ്പിക്കുന്ന ഒന്ന് തന്നെ ആയിരുന്നു. വിമാനം പുറപ്പെട്ടതിന് ശേഷമുള്ള 110 മിനിറ്റ് ഗ്ലൂസിക ഉറങ്ങുകയായിരുന്നു എന്നതിന് തെളിവായി അദ്ദേഹത്തിന്റെ കൂർക്കം വലിയുടെ ശബ്ദം റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നു. കൂടാതെ പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണങ്ങളിൽ നിന്നെല്ലാം ഇത് ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തമില്ലായ്മ മൂലമാണ് എന്ന് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഒരു വലിയ തുക തന്നെ അന്നത്തെ ഇന്ത്യൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ചെങ്കിലും അത് ഇന്നും പലർക്കും ലഭിച്ചിട്ടില്ല എന്നത് വസ്തുതാപരമായ ഒരു കാര്യം തന്നെയാണ്. കാസർഗോട്ടുകാരായ മലയാളികൾ അടക്കമുള്ള ധാരാളം ജീവനുകളാണ് ഒരു അശ്രദ്ധ മൂലം വെന്തുപിടഞ്ഞത്. വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്നൊക്കെ പറയുമെങ്കിലും ഇതൊക്കെ ശരിക്കും വരുത്തി വെക്കുന്ന അപകടങ്ങൾ തന്നെയാണ്. അതിന്റെ പേരിൽ വെറുതെ വിധിയെ പഴിക്കേണ്ട ആവശ്യകത ഇല്ലല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചത് മംഗലാപുരം വിമാന അപകടം സംഭവിക്കാൻ കാരണമായി മാറിയ ചില യാഥാർത്ഥ്യങ്ങളെ പറ്റിയാണ്. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്കറിയാവുന്ന വസ്തുതകളും കമന്റായി രേഖപ്പെടുത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു പുതിയ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.